കൂട്ടുകാരെ, നമുക്ക് അടിപൊളിയൊരു ബീഫ് ചാപ്സ് കണ്ടാലോ? ഞങ്ങളുടെ നസ്രാണികളുടെ കല്യാണത്തിന് കെങ്കേയമായിട്ടുള്ളൊരു ഡിഷാണ് ബീഫ് ചാപ്സ്. അപ്പവും ബീഫ് ചാപ്സും, പിന്നെ ബ്രെഡും ബീഫ് ചാപ്സും, പിന്നെ കള്ളപ്പവും ബീഫ് ചാപ്സും കണ്ടാലോ? വാ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ബീഫ് ചാപ്സ് ഉണ്ടാക്കാൻ പോകാട്ടോ. ഇതൊരു 1.5 കിലോ ബീഫുണ്ട് കേട്ടോ. ഒരു 750 ഗ്രാം ബീഫ് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് വെച്ചേക്കാം, പിന്നീട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മുഴുപ്പിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും പാകത്തിന് ഉപ്പും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൂട്ടി വെള്ളം ഒഴിച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ബീഫ് കുക്കറിൽ ഒരു 8 വിസിൽ, ഞാനൊരു 8 വിസിൽ അടുപ്പിച്ചിട്ടോ. ഇത്രയും വലിയ പീസായതുകൊണ്ട് വേവാൻ ഒത്തിരി പാടാണ്, ഇച്ചിരി മൂപ്പ് കൂടിയതായിരുന്നു. അപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഒരു 3-4 കഷ്ണം പട്ടയുണ്ട്, പെരിഞ്ചീരമുണ്ട്, 5-6 ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, ബേ ലീവ്സ് ഉണ്ട്, ഒരു 3 മീഡിയം സൈസ് സവോള, ഒരു 5-6 പച്ചമുളക്, കറിവേപ്പില, വീണ്ടും ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചേർക്കാൻ കേട്ടോ. 2 പാർട്ട് തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങയാണ്. ഒരു പാർട്ട് തേങ്ങ നമ്മൾ ഈ കാഷ്നട്ട് ചേർത്ത് അരയ്ക്കും. ഒരു 20 കാഷ്നട്ട് ഉണ്ട് കേട്ടോ, നല്ല കാഷ്നട്ട്, വലിയ കാഷ്നട്ട്. ഒരു പാർട്ട് തേങ്ങ നമുക്ക് പാലെടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് മിസംബ്ലൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഏത് പണിയായാലും അതിന് മുമ്പ് മിസംബ്ലൈസ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. ഈ തേങ്ങ ഇട്ടു, ഒരു കുഞ്ഞു കഷ്ണം ബേ ലീവ്സിൻ്റെ ഇല ഇട്ട് കൊടുത്തു, 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു, ഒരല്പം പെരിഞ്ചീരകം, ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. ആ മിക്സിയിലെ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ കലക്കി അങ്ങ് ഒഴിച്ചോ, കുഴപ്പമില്ല. ബാക്കിയുള്ള ഒരു പാർട്ട് തേങ്ങ, ഒരല്പം വെള്ളം നീട്ടിയ പാല്, കൂടുതലങ്ങ് വെള്ളം നീട്ടി കളയരുത്. ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഒരു 4 ഇഞ്ച് കനത്തിൽ, അതായത് ബീഫിൻ്റെ ആ മുഴുപ്പിൻ്റെ അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ബീഫൊക്കെ 7 വിസിൽ അടിച്ചപ്പോൾ തന്നെ വെന്തു കേട്ടോ. വെന്തു ഈ ഒരു രീതിക്ക് ഒരു 4 ഇഞ്ച് കനത്തിൽ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതപ്പം കട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വിളമ്പത്തിനും ഒരു പീസും അല്പം ഗ്രേവിയും, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ചു, ഉരുളി വെച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ആ വെളിച്ചെണ്ണയിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആകുമ്പോഴത്തേക്കും അന്ന് വരെ ഒന്ന് കോരി ഒന്ന് മാറ്റണം. അതിനുശേഷം ആ എണ്ണയിലിട്ട് തന്നെ ബാക്കിയുള്ള സ്പൈസസ്, അതായത് 3 ഏലക്ക, 2 കഷ്ണം പട്ട, അല്പം പെരിഞ്ചീരകം, തക്കോലം, ഇതൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവോള ചേർത്ത് അല്പം ഉപ്പ് ചേർത്ത് അങ്ങ് വഴറ്റുക. വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ഒന്നും ആവണ്ട, ഏകദേശം അതിൻ്റെയൊക്കെ അടുത്ത് പറഞ്ഞ ഒരു മുറയ്ക്ക്, ഈ ഒരു പരുവത്തിന് കണ്ടോ. ഈ ഒരു പരുവത്തിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിൻ്റെ ഒരു പ്രധാന ഘടകം കേട്ടോ. നല്ല ഉഗ്രൻ മല്ലിപ്പൊടി ആയിരിക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിക്കണം. നന്നായിട്ടൊരു മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു നല്ലൊരു സ്മെല്ല് വരും. കാരണം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നല്ലതായിരിക്കണം കേട്ടോ. ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അരച്ച് വെച്ചില്ല ഒരു പാർട്ട്, അതങ്ങ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റി അല്ല ജലാംശമൊക്കെ വറ്റി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും, ഒരു മല്ലിയുടെ കളർ വരും. ആ ഒരു സമയത്ത് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് ബീഫ് ബോയിൽ ചെയ്ത വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ പോത്ത് ചാപ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നല്ല പെരണ്ടിരിക്കണം, നല്ല തിക്ക്, നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കണം. ആ ഒരു പീസും ഒരു ഇച്ചിരി ചാറും കൂടെ മതി കഴിക്കാനായിട്ട്. അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ സ്ലൈസ് വെച്ച ബീഫ് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ചെറിയ തീ കിടന്ന് ഒന്ന് വറ്റി ഇതുപോലെ അങ്ങ് കുറുകും. നമ്മുടെ ആ മസാലയും ഒക്കെ കൂടെ ഇതുപോലെ അങ്ങ് കുറുകും. ഈ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. തീ ഒരു കാരണവശാലും കൂട്ടി വെക്കില്ല, ഒരു മീഡിയം ഫ്ലെയിമും പോലും പറ്റില്ല, ചെറിയ തീ കിടക്കും. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച സമയത്ത് തേങ്ങാപ്പാൽ അല്ലെ പിരിഞ്ഞു പോകും, അല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് പോകും കൂടുതൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ.
അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയതായിട്ട് തീ കിടന്ന് തിളച്ച് അതിൻ്റെ വെള്ളം അങ്ങ് വറ്റി ഒന്ന് കൂറുകണം. ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരക പൗഡർ ഇതുപോലെ ഓരോ ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരക പൗഡർ മസ്റ്റാണ് കേട്ടോ. നമ്മൾ ആദ്യം എണ്ണയിൽ പൊട്ടിച്ച സമയത്ത് പെരിഞ്ചീരകം അല്പം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെരിഞ്ചീരക പൗഡർ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. എന്നാലേ ഒരു സ്മെല്ല് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. വീണ്ടും ലാസ്റ്റ് നമ്മൾ ആ ഫ്രൈ വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നു, അല്പം കറിവേപ്പില ചേർക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പോത്ത് ചാപ്സ്. ഒത്തിരി കൂട്ടുകാർ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കൂട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ കൊടുത്തേക്ക് കേട്ടോ. നമ്മുടെ ആ ബീഫ് ചാപ്സിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു ലെവലിരിക്കണം. ഒരു കഷ്ണം ബീഫും ആ ചാറും മതി. കണ്ടോ? എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു.